ഹലോ മച്ചന്മാരെ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു മീൻപിടുത്തമായിട്ട് നല്ലൊരു എക്സ്പീരിയൻസുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഈ വീഡിയോ കൊണ്ടുവന്നേക്കുന്നത്. അതിന് മുന്നേ തന്നെ നിങ്ങളെല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും എൻ്റെ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുമാത്രമല്ല, ഞാൻ ഒരുപാട് ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ട് പക്ഷേ എനിക്ക് ഒട്ടും വ്യൂസ് ഒന്നും കിട്ടില്ല. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനിയും മുന്നോട്ട് എനിക്ക് വീഡിയോസ് എടുക്കാനും അപ്ലോഡ് ചെയ്യാനും കഴിയത്തുള്ളൂ. അപ്പം മച്ചന്മാരെ, നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഞാനിപ്പോൾ ഉള്ളത് മുതലപ്പുഴ ഹാർബറിലെ ദൈവപുത്ര വള്ളത്തിലാണ്. അപ്പം ഞങ്ങൾ കടലടി ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് താമസിച്ച് വെട്ടം വെച്ചതിന് ശേഷമാണ് കടലിലേക്ക് ഇറങ്ങിയത്. ഏകദേശം കുറച്ച് വള്ളക്കാരൊക്കെ വല കോരി മീൻ മറിച്ചു വിടുന്ന രംഗമാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. രാവിലെ വന്ന വള്ളക്കാരാണ് കേട്ടോ ഈ മീൻ മറിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനൊരു കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമോ? കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇതെന്ന് വെച്ചാൽ വലയ്ക്കുള്ളിൽ മീൻ കറുത്ത നിറം കൊടുത്ത് ഇപ്പോൾ തെളിഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം മച്ചന്മാരെ, നമ്മുടെ വലയും കോരി പോകുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മാക്സിമം കാണാം. വല കോരി കഴിഞ്ഞ് മീനകപ്പെടണമെങ്കിൽ തന്നെ ഈ കാണുന്ന കമ്പ നമ്മൾ കൂട്ടിയതിന് ശേഷമേ പൂർണ്ണമായിട്ട് വല കോരി എന്ന് പറയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ആ മീനകപ്പെടണമെങ്കിൽ തന്നെ ഈ രണ്ട് കമ്പയും നമ്മൾ മേലേക്ക് അടിച്ചു കയറ്റണം. അതൊരു എഞ്ചിൻ്റെ സഹായത്തോടെയാണ് നമ്മൾ അടിച്ചു കയറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ നിരന്തരം ആൾക്കാർ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും. ഇതിനടിയിൽ വരുന്നൊരു ഗ്യാപ്പ് ഉണ്ടാവും, വള്ളത്തിനടിയിൽ ഈ രണ്ട് റോപ്പും തമ്മിൽ വരുന്നൊരു ഗ്യാപ്പ് ഉണ്ടാവും. അതിലൂടെ മീനുകളൊക്കെ പുറത്ത് പോകാൻ വളരെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ആളുകൾ നിരന്തരം ഇങ്ങനെ ചാടി ചാടി നിൽക്കില്ല. അങ്ങനെ ഏകദേശം വല ഒതുങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം അയലയും കൊക്കോലയും കത്തിത്തേരുമായിരുന്നു കേട്ടോ വലയിലുണ്ടായിരുന്നത്. നമ്മുടെ കിച്ചൺ കളിക്കാർ ചേട്ടൻ കറിക്കുള്ള പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം മച്ചാന്മാരെ, ആദ്യത്തെ കോര് കഴിഞ്ഞു. വീണ്ടും നമ്മൾ അടുത്ത കോരിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. അങ്ങനെ നമ്മുടെ അലീമേട്ടനെ ഫ്രഷ് അയലക്കറിയും കൂട്ടിയിട്ട് ചോറൊക്കെ കഴിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ റെസ്റ്റ് എടുക്കാം കേട്ടോ. മച്ചന്മാരെ, നിങ്ങൾക്ക് എത്ര പേർക്ക് ആഗ്രഹം ഉണ്ടാവും ഇതുപോലെ കടലിലൂടെ ഇങ്ങനെ മഴയൊക്കെ എൻജോയ് ചെയ്ത് ഒരു യാത്ര പോകാനായിട്ടൊക്കെ? അങ്ങനെ നമ്മുടെ ആര്യക്കാർ ചേട്ടന്മാരെ അടുത്ത മീൻ കണ്ടിട്ടുണ്ട് കേട്ടോ. വല കോരാൻ പോവാണ്. പെട്ടെന്നൊരു കാറ്റൊക്കെ വന്ന് കടലിന്റെ സ്വഭാവം തന്നെ അങ്ങ് മാറിപ്പോയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് പാടൊക്കെ പെട്ട് വലയെല്ലാം വലിച്ചു ഒതുക്കി. വലയ്ക്കകത്ത് എന്താ ഉണ്ടായിരുന്നെന്ന് കണ്ടു നോക്ക്. അയലയും അത്യാവശ്യം കോരയും കൂടി കലർന്നിട്ടാണ് കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയത് ഇപ്രാവശ്യം. അപ്പം മച്ചാന്മാരെ, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എങ്കിലേ എനിക്ക് കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ പറ്റുള്ളൂ. എൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുന്നിൽ എത്തുകയും ഉള്ളൂ കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ചാൽ മുതലപ്പുഴയുടെ അവസ്ഥയാണ്. മുതലപ്പുഴ
ആലപ്പുഴ ഹാർബറിൽ ഒരുപാട് മത്സ്യത്തൊഴിലാളികൾ മരിക്കുന്ന ഒരു വാർത്ത നിങ്ങൾ എപ്പോഴും ന്യൂസ് ചാനലിൽ കാണുന്നുണ്ടാവും. ഈ വള്ളത്തിൽ പോയവർക്ക് ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടു എന്നാണ് കേട്ടോ ഞാൻ അറിഞ്ഞത്. എത്രയും പെട്ടെന്ന് നമ്മുടെ ഗവൺമെന്റ് ഈ ഒരു മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന ദുരവസ്ഥയിൽ നിന്നും കരകയറാൻ വേണ്ടി സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.